Hi dears, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശിക്കോട്ടിൻ്റെ അടുത്ത ചോറൂണാണ്. ചോറ്റാനിക്കര അമ്മയുടെ നടയിലാണ്. ഞാൻ ക്യാരിങ് ആയിട്ടിരിക്കുന്ന ടൈമിൽ നേർന്ന നേർച്ചയാണ്. ഇപ്പോഴാണ് നടത്താൻ സാധിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേർച്ചിട്ടിട്ട് ഇന്നിപ്പം നടത്താമെന്ന് പറഞ്ഞിട്ടല്ലായിരുന്നു ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് പറ്റുമ്പോൾ വന്ന് ചോറ് കൊടുത്തേക്കാന്നായിരുന്നു നേർന്നത്. അപ്പോൾ ഗോകു പോകുന്നതിന് മുമ്പ് ഞങ്ങൾ നേർച്ചയൊക്കെ നടത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെന്താ പറയുക, അങ്ങനെ ഇന്ന് വാവേൻ്റെ ചോറൂണാണ്. പിന്നെ ഞങ്ങൾക്ക് വേറൊരു പ്ലാനും കൂടെ ഉണ്ട്. സർപ്രൈസ് സർപ്രൈസ് ഒന്നും ഇല്ല. ഞങ്ങൾക്ക് 2-3 സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് കേട്ടോ പോകാനുള്ളത്. അമ്പലം തന്നെ അത്യാവശ്യം വൈബാണ്. വൈബ് മീൻസ് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഞാൻ പല വീഡിയോയിലും നമ്മുടെ ചോറ്റാനിക്കര ദേവീക്ഷേത്രം കാണിച്ചിട്ടുണ്ട്. എന്നാൽ കൂടിയിട്ട് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ചോറിൻ്റെ വീഡിയോ ഞാനും ഗോകും അമ്മയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടിട്ട് വീഡിയോ കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതിന് പറ്റുമെങ്കിൽ അത് ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അമ്പലത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. താങ്ക് യു. ഞങ്ങളിതേ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിനടുത്ത് എത്തി. ഗോകുവിന് മുണ്ടില്ലായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒന്നും എടുത്തിട്ട് വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിനടുത്ത് എത്തിയപ്പോഴാണ് മുണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗോകുൽ അവിടെ നിന്നിട്ട് മുണ്ടൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മുടെ വീട് തൃപ്പൂണിത്തുറയാണ്, എറണാകുളത്ത്. അപ്പം അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. ഇതൊരു ഏകദേശം 6-7 കിലോമീറ്റർ അത്രേ ഉള്ളൂ കേട്ടോ അമ്പലത്തിലേക്കുള്ള ദൂരം. ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. സംഭവം ഇനി ആയാലും കാണാമല്ലോ. കാശിക്കൂട്ടുന്നുണ്ടല്ലോ, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ അടുത്തിരുത്തിയതായി അതിൻ്റെ കമ്മലൊക്കെ എടുത്ത് വായിലിടുന്നു. എന്ത് കൈ കിട്ടിയാലും അന്നേരം ഞങ്ങൾ വായിലിടും. എന്തെന്നൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറുണ്ണാനായിട്ടിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ കയ്യിൽ ഞാൻ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാനും കൂടിയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുമിച്ചിരുന്നാണ് എല്ലാവരും കൊടുക്കാറുള്ളത്. ചിലർ ഒറ്റയ്ക്ക് ഹസ്ബൻഡ് മാത്രം ഇന്ന് കൊടുക്കാറുണ്ട്. ഇവിടെ ഇപ്പം ഞാനും കൂടെ പോയിരുന്നിട്ടാണ് ചോറ് കൊടുക്കുക. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ പറയാം, അമ്മ ഇങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തതാണ്. ഇപ്പം എൻ്റെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫറും റീൽസ് പാർട്ണറും ഒക്കെ ആയിട്ട് ഞാൻ അമ്മേനെ ദത്തെടുത്തിട്ടുണ്ട്. കാര്യം അമ്മ എല്ലാത്തിനും വരാറുണ്ട്. മുന്നേ വയ്ക്കാന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മ ഒളിച്ചിരിക്കും. ഇപ്പം അമ്മ പറയുന്നത്, എൻ്റെ നീ ഇത്രയും നാളെ എടുത്ത് ഞാൻ ഡാൻസ് കളിക്കുന്ന വീഡിയോ എടുത്തിട്ട് എന്നിട്ട് ഇനി ഞാൻ വരാതിരിക്കുന്നത് എന്തിനെന്നാണ് അമ്മ ചോദിക്കുന്നത്. പാവം അമ്മ, എന്ത് ചെയ്യാൻ, അവസ്ഥയായി പോയില്ലേ എന്ന രീതിയിലാണ് ഇപ്പം അമ്മ നടക്കുന്നത്. പാവം. അതെന്തായാലും ആശാട്ടി ഇപ്പം എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കാറുണ്ട് കേട്ടോ. അതുവരെ വീഡിയോ എടുക്കാൻ വരാതിരുന്ന അമ്മയാണ്. ഇപ്പം ആൾ കൂളായിട്ടുണ്ട്. അപ്പം ആദ്യമേ നമ്മൾ പുളിയും ഉപ്പും കൂടെ തൊട്ടിട്ടാണ് ഗൂഗിളാണ് അത്യാവശ്യം കൂടുതൽ ഉപ്പ് കൊടുത്തു. അതുകൊണ്ടിട്ട് കാശി ബേബിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അവൻ ആദ്യത്തെ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി ഫുഡൊക്കെ കഴിച്ചോളൂ കേട്ടോ. ഇത് ഉപ്പ് അധികം കൊടുത്തുകൊണ്ടിട്ട് പിന്നെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. വായിൽ വെക്കുമ്പോൾ നമ്മൾ സമ്മയൊക്കെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് അച്ചിരിയെ തൊടാവുള്ളെന്ന്. ഇല്ല, ചോറ് ഉരുട്ടി കൊടുക്കുന്നവർക്ക് കുറച്ച് പുളിക്കകത്ത് നിറയെ ഉപ്പ് വാരി കൊടുത്തു. പിന്നെ ഞാൻ ഇച്ചിരി പായസം എടുത്തിട്ട് ഞാൻ വെച്ച് കൊടുത്തു. അപ്പം അത് കഴിച്ചു കേട്ടോ. അതിഷ്ടമായി. ഇതിൻ്റെ ഇടയ്ക്ക് ഗോകുൽ കുഞ്ഞിന് കൊടുക്കാൻ വെച്ചിരുന്നതിന് അതൊന്ന് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ചുമയുണ്ട് കേട്ടോ. പിന്നെ എല്ലാത്തിനും തൊട്ട് 3 പ്രാവശ്യം കൊടുക്കാൻ പറഞ്ഞു. ഇവൻ 3 പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ടായിരുന്നില്ല. നല്ല മടിയാണ് കേട്ടോ. കഴിക്കാനൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ നല്ല മടിയാണ്. പിന്നെ നമ്മൾ ഓരോന്നോരോന്നും ഇങ്ങനെ മാറ്റി വെച്ച് കൊടുത്തു. തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ബേബി ഫുഡ് കഴിക്കാൻ തുടങ്ങി കൊണ്ടിട്ട് അത്യാവശ്യം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ആദ്യമായിട്ടാണ് ചോറ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ തൊട്ട് മാത്രം കൊടുത്താൽ മതി. ആ ഒരു ഫ്ലേവർ മാത്രം അവരുടെ നാവിൽ തൊടിയിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ മോന് 10 മാസം കഴിയാനായി. അതുകൊണ്ടിട്ട് ഞാൻ അധികം വെച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ ശർക്കര പായസം ഉണ്ടായിരുന്നു, പിന്നെ പടച്ചോറുണ്ടായിരുന്നു, പിന്നെ വേറെ എന്തോ ഒരു കൂട്ടുകറി, പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഉപ്പും പുളിയും. ചില അമ്പലങ്ങൾ മുളക് പൊടിയും ഉപ്പും പഞ്ചസാരയും അങ്ങനെയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും ഗോകും മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചിമാർ 2 പേരെയും വിളിച്ചു. മൂത്ത ചേച്ചിയാണെങ്കിൽ ഞങ്ങൾ ഹിൽ പാലസിൽ പോകുന്നുണ്ട്, കൊട്ടാരത്തിൽ പോകുന്നു പറഞ്ഞുകൊണ്ടിട്ട് ചേച്ചിക്ക് ഇത്ര നടക്കാൻ പറ്റില്ല, അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചേച്ചിയാണ് ഉറക്കമായിരുന്നു. തലേ ദിവസം ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് കിടന്നപ്പോഴത്തേന് സമയം അതുകൊണ്ടിട്ട് ചേച്ചി വന്നില്ല. ഞങ്ങൾ 3 പേരുടെയാണ് പോയത്. ഇപ്പം ഞങ്ങൾ കോംബോ ആയിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ പോയാലും ഇപ്പം ഞങ്ങൾ 3 പേരുടെയാണ് പോണത്. ഞങ്ങളുടെ വീട്ടിലാകുമ്പോൾ ഞാനും അമ്മയും എൻ്റെ അമ്മയും ഗോകും വാവയും കൂടെ പോകും. ഇവിടെ ആകുമ്പോൾ ഞാനും ഗോകുടെ അമ്മയും വാവയും കൂടെ പോകും. നമ്മളിപ്പം മേൽക്കാവിൽ തൊഴുത് അത്യാവശ്യം നല്ല തിരക്കായി. ഞങ്ങൾ 10 മണിയായപ്പോഴാണ് അമ്പലത്തിൽ ചെന്നത്. അപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നെങ്കിലും നല്ല രീതിയിൽ ഭഗവതി തൊഴാൻ പറ്റിയിട്ട് അടുത്ത് നിന്ന് തൊഴുതു. നല്ല ഐശ്വര്യമായിരുന്നു കേട്ടോ. നമുക്ക് മനസ്സിനൊരു സമാധാനമാണ്. അങ്ങനെ ദേവീദേവ
ഉത്സവന്മാരൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചല്ല ഞാൻ പോണത്. എൻ്റെ ഒരു സമാധാനം എവിടെയാണ് അവിടെയാണ് ഞാൻ പോകുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിറങ്ങി വാവയ്ക്ക് ചോറൊക്കെ കൊടുത്ത്. അതാണ് നിങ്ങൾ പറഞ്ഞ വൈറൽ ഗേൾ ഡാൻസിങ് ഗേൾ. അങ്ങനെ തൊഴുതിട്ട് ഇനിയിപ്പോൾ നമ്മൾ എവിടെയാടാ ഏതൊരു മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് പോണ വഴിക്കണം. ഫുഡ് കഴിക്കണം. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിക്കണം, മ്യൂസിയത്തിൽ പോകണം. അത്രേ ഉള്ളൂ. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. നമുക്കത് കാണാം. നല്ല ഇഡ്ഡലിയും വടയും കഴിക്കണം. നീ കഴിച്ചാ? ഇല്ല, കഴിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ATM-ൽ ക്യാഷ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിനടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയത്. ആദ്യമേ ഗോകുവും കാശി ബേബിയും കൂടെ കയറി സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇഡ്ഡലി ആയിരുന്നു പറഞ്ഞത്. വേറെ ചപ്പാത്തി പൊറോട്ട ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇഡ്ഡലി പറഞ്ഞപ്പോഴത്തേന് അമ്മയും ഗോകും കഴിച്ചു. ഞാൻ കാശി ബേബിക്ക് കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിച്ചത്. ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ ബേബിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കൊടുക്കാറുണ്ട്, ചെറിയ എരിവൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കാര്യം ഇച്ചിക്കൂടെ ഗോകു ഒട്ടും എരിവ് കഴിക്കില്ല, അവന് പറ്റത്തേയില്ല എരിവ്. നമ്മൾ ചെറുതിലെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ശീലം ആയിക്കോളും. അതുപോലെ ഞാൻ തണുത്ത വെള്ളമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ കൊടുക്കാമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ കൊടുക്കാറുണ്ട്. ഐസ്ക്രീം കഴിക്കുമ്പോൾ ഇച്ചിരി ചെറുതായിട്ട് തൊട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. മധുരം അധികം നമ്മൾ സ്വീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ടിട്ടേ ഷുഗർ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ടിട്ട്. പിന്നെ ഞങ്ങൾ ഹിൽ പാലസിലെത്തി. ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ അവിടെ കയറാൻ വേണ്ടിയിട്ടുള്ള ചാർജ്. ഞങ്ങൾ 3 പേർക്കും കൂടിയിട്ട് 150 രൂപയായി. പിന്നെ 5 രൂപ ഫോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ക്യാമറ എടുക്കണമെന്നുണ്ടെങ്കിൽ 5 രൂപ. ഈ വഴി അറിയാമോ? നമ്മുടെ മണിച്ചിത്രത്താഴിൽ ലാസ്റ്റ് മോഹൻലാൽ ഇങ്ങനെ കറങ്ങി പോവുമല്ലോ, ആ വഴിയാണ്. മുകളിൽ നിന്നിട്ട് എന്താണ് ആ ഹീറോയിൻ്റെ പേര് ഞാൻ മറന്നു, അവരിങ്ങനെ നോക്കുമല്ലോ, ആ ഒരു വഴിയാണ് കേട്ടോ ഇങ്ങനെ കറങ്ങിപ്പോണത്. മണിച്ചിത്രത്താഴിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഫുള്ളല്ല കേട്ടോ. ഫുള്ള് പലയിടത്തും മാർത്താണ്ഡം, ട്രിവാൻഡ്രം, പാലക്കാട് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ദൂരോട്ടാണ്. ചില ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ കൽപ്പടമൊക്കെ നമ്മൾ പല സീൻസിലും കണ്ടിട്ടുണ്ടാവും. അപ്പം കാണാനൊക്കെ നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു മറ്റേ താക്കോലെടുക്കാൻ വരുന്ന ഈ ഭാഗത്താണെന്ന് തോന്നുന്നു. പിന്നെ അത് എനിക്ക് ഉള്ളിൽ ഫോട്ടോ എടുത്തോളൂ, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാനല്ലേ ആ ഷട്ടി, ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. പണ്ടത്തെ തറവാട് എന്ത് നല്ല ഭംഗിയാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഞാനും അമ്മയും കൂടെ റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ ഞാൻ എടുത്ത് യൂട്യൂബിലേക്ക് ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ആക്ടിങ് ആണ്, അഭിനയ സിംഹമാണ് ഇപ്പം അമ്മ. എല്ലാം പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അമ്മ തന്നെയാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒഫീഷ്യൽ വീഡിയോഗ്രാഫറായിട്ട് ഞാൻ അമ്മേനെ ഇതൊക്കെ എടുത്തിരിക്കുകയാണ്. എല്ലാം നല്ല വൃത്തിക്ക് കറക്റ്റായിട്ട് എടുത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ നിൽക്കുന്നതും നടക്കുന്നതും അനങ്ങി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയും എന്നെ ഫോക്കസ് ചെയ്തും ഗോകുലിനെ ഫോക്കസ് ചെയ്തും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൊട്ടാരത്തിന് കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല, എന്നിട്ട് എടുക്കാൻ എല്ലാവരും സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ത് നല്ല ഭംഗിയിലാണെന്ന് പറയാം. കൊട്ടാരത്തിലെ ഓരോ കാര്യങ്ങളും നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കാര്യങ്ങളും കൊച്ചി രാജവംശത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന പല കാര്യങ്ങൾ, കിരീടം, മറ്റേ നമ്മുടെ സിംഹാസനം, മറ്റേ എന്താ പറയുക, കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരിക്കലെങ്കിലും പോയി കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എറണാകുളത്ത് വരികയാണെന്നുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. നമുക്ക് പണ്ടത്തെ കുറേ ചരിത്രങ്ങൾ, കുറേ ഹിസ്റ്ററി അറിയാൻ പറ്റും. ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒക്കെ യൂസ്ഫുള്ളായിരിക്കും. നല്ല രസമാണ്, നമുക്കെല്ലാം കാണാൻ പറ്റില്ല, അതുതന്നെ ഒരു മഹാഭാഗ്യം. പിന്നെ നമ്മളിത് താഴത്തെ പടവിലേക്ക് പോവുകയാണ്, അതായത് നമ്മുടെ കിണ്ടി എന്ന് വിളിക്കുമല്ലോ, ആ പടവിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. കുറച്ച് അധികം ഉണ്ട് കേട്ടോ. അയ്യോ, ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോകേണ്ടി വരുമല്ലോ, അത്ര ദൂരമുണ്ട്. നമ്മുടെ കൊട്ടാരത്തിൽ നിന്ന് കടവിലേക്ക് പോകാൻ വേണ്ടി. കടവ് മൊത്തം ക്ലോസ്ഡ് ആണ് കേട്ടോ, ഗ്രില്ലിട്ടേക്കായിരുന്നു, കാണാൻ പറ്റില്ല. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നിറയെ പായൽ പിടിച്ച് കിടക്കുകയാണ്. ഇതിനകത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, മുങ്ങിപ്പോയത് തന്നെ. കറക്റ്റ് പച്ച കളർ, നല്ല തെളിഞ്ഞ് ഞങ്ങൾ താറപ്പിട്ടേക്കാണ്. പിന്നെ വ്യക്തമായി നോക്കിയപ്പോഴാണല്ല വെള്ളമാണ് എന്ന് മനസ്സിലായത്. ഇതാണ് പുറത്തെ ഭാഗം. ഞങ്ങൾ കുളത്തിന് മുകളിൽ പോയി നിന്നിട്ട് കണ്ടതാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മൾ എന്താ പറയുക, ഭാവിക്ക് ചോറ് കൊടുത്തു. ഇപ്പോൾ ഇതേ മ്യൂസിയമാണ് കേട്ടോ ഇത്. മണിച്ചിത്രത്താഴിൻ്റെ ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. പിന്നെ നമ്മുടെ ഹിസ്റ്ററി പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. വന്ന് കാണുന്നതും കുറേ ചരിത്രങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇഷ്ടംപോലെ ഹിസ്റ്ററി ബേസ്ഡായിട്ട് കുറേ പിക്ചേഴ്സും ഈ ഹിസ്റ്ററി ബേസ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഈ മ്യൂസിയത്തിലുണ്ട് കേട്ടോ. എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം നമ്മുടെ ഇതായിരുന്നു, എന്താ പറയുക, ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പുറത്ത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു, ഉള്ളിലേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി വ്ളോഗ്. വീട് കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റിയല്ലോ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഗോഗു നീ പറ. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ. പീസ്.